ഹലോ, അസ്സലാമലൈക്കും. എന്തൊക്കെയുണ്ട്? എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ? അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിൻ്റെ മുമ്പ് നിങ്ങൾ വീഡിയോസൊക്കെ കണ്ടിട്ട് ട്രൈ ചെയ്തിട്ടുള്ള പിക്ചേഴ്സൊക്കെ അയച്ചതിൻ്റെ ഇൻസ്റ്റാഗ്രാമിലേക്കാണ്. നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ പാംക്രാഫ്റ്റ് എന്ന് സെർച്ച് ചെയ്യുമ്പോൾ കിട്ടുന്നൊരു പേജാണിത്. അപ്പോൾ ഇതിലേക്കാണ് നിങ്ങൾ പിക്കൊക്കെ അയക്കേണ്ടത്. അപ്പോൾ ഇൻസ്റ്റാഗ്രാം പേജ് ഇല്ലാത്തവർക്ക് ഇതാ ഫേസ്ബുക്ക് പേജിലും പിക്കൊക്കെ അയക്കാം കേട്ടോ. അപ്പോൾ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കൊക്കെ ഒന്ന് എല്ലാവരും ഒന്ന് പിക്കൊക്കെ അയക്കാൻ വരുന്ന സമയത്തൊന്ന് ഫോളോ ചെയ്യണേ. ഇന്ന് നമ്മൾ വേസ്റ്റ് മെറ്റീരിയൽ മാത്രം യൂസ് ചെയ്തിട്ടുള്ള ഒരു വാൾ ഡെക്കറാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് ഞാൻ ഒഴിവാക്കിയിട്ടുള്ളൊരു പഴയൊരു ഫൈബർ പ്ലേറ്റ് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ആ സൈഡൊക്കെ ഇങ്ങനെ പൊട്ടിയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഒരു കുറേ കഴിയുമ്പോൾ അതിൻ്റെ കളറൊക്കെ ഒന്ന് ഫെയ്ഡ് ആവുമല്ലോ. പിന്നെ അതിൻ്റെ ബാക്ക് സൈഡിലൊക്കെ ഇങ്ങനെ ബ്ലാക്ക് അടിച്ചിട്ടുണ്ട്. അത് എത്ര വാഷ് ചെയ്തിട്ടും റബ്ബ് ചെയ്തിട്ടൊന്നും പോകുന്നില്ല. അപ്പോൾ ഇത് വേസ്റ്റ് ആക്കി കളയാനുള്ളതാണ്. ഞാനിങ്ങനെ ഓരോന്ന് ഡ്രൈ ആക്കാനൊക്കെ എടുത്ത് വെച്ചിട്ടുള്ളതായിരുന്നു. അപ്പോഴാണ് ഇങ്ങനെ ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, പഴയ പ്ലേറ്റ് ഉണ്ട്, ഒന്ന് റീയൂസ് ചെയ്തത് കാണിക്കുമോ ചോദിച്ചിട്ട്. അപ്പോൾ പിന്നെ നമുക്കത് വെച്ചിട്ടൊന്ന് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ അതിന് ആദ്യം ഒന്ന് ടിഷ്യൂ പേപ്പർ ഇങ്ങനെ കുറച്ച് ഫെവിക്കോൾ വെള്ളവും ചേർത്ത് മിക്സ് ചെയ്തിട്ട് ഒന്ന് ഇതിൽ മുഴുവനായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഞാൻ നേരത്തെ ഒരു പ്ലേറ്റ് ഇങ്ങനെ ഫെവിക്കോളൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഒട്ടിച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. കാരണം അത് സ്റ്റിക്കായിട്ട് എങ്ങനെ ഉണ്ടാവും എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ സ്റ്റിക്ക് ചെയ്ത് കൊടുത്താലൊക്കെ നല്ല രീതിയിൽ അവിടെ നിൽക്കും. അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു പ്ലേറ്റ് ഇങ്ങനെ കുറച്ചൊരു ഗ്ലൈസിങ് ഉള്ളൊരു ഭാഗമായിരിക്കുമല്ലോ, കുറച്ചൊരു ഭയങ്കര ഫിനിഷിംഗ് ആയിരിക്കുമല്ലോ. അപ്പോൾ അവിടെ നമുക്ക് എന്തെങ്കിലും സ്റ്റിക്ക് ചെയ്ത് കഴിഞ്ഞാലൊക്കെ പെട്ടെന്ന് ഇളകി പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിനൊരു ഗ്രിപ്പൊക്കെ കിട്ടും. ഇപ്പോൾ ടിഷ്യൂ പേപ്പറൊക്കെ ഒട്ടിച്ച് നന്നായിട്ടൊന്ന് ഡ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പെയിൻറ്റ് അടിച്ചു കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ ബ്ലാക്ക് ഇനാമൽ പെയിൻ്റാണ് യൂസ് ചെയ്യുന്നത്. അപ്പം ഇനാമൽ പെയിൻ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ വീട്ടിൻ്റെ ജനലിനും അതുപോലെ ഗേറ്റിനൊക്കെ യൂസ് ചെയ്യുന്ന ഒരു പെയിൻ്റ് ഉണ്ടല്ലോ, അപ്പോൾ അതാണ്. അപ്പോൾ ഒന്ന് രണ്ട് തന്നെ കുട്ടികളാണെന്ന് തോന്നുന്നു കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇനാമൽ പെയിൻറ്റ് എന്താണെന്ന് ചോദിച്ചിട്ട്. ഇനാമൽ പെയിൻ്റ് ആകുമ്പോൾ നമുക്ക് ആക്രിലിക് പെയിൻറ്റിനേക്കാളും കുറച്ചുകൂടി ലാഭമാണ് കേട്ടോ. നമുക്ക് അതിൻ്റെ അത്രയൊന്നും റേറ്റ് വരുന്നില്ല, നമുക്ക് ഒരുപാട് യൂസ് ചെയ്യുകയും ചെയ്യാം. ഈ ഒരു പ്ലേറ്റ് ഉപയോഗിക്കാതായിട്ട് കുറേ ആയി. പക്ഷേ ഞാനിങ്ങനെ ഓരോ നമ്മൾ ചെറുനാരങ്ങൻ്റെ തൊലിയും അതുപോലെ ഈ ഉള്ളിയുടെ തൊലിയൊക്കെ നമ്മളിങ്ങനെ ഡ്രൈ ആക്കാൻ വെക്കുന്നില്ല, ഓരോ സീഡ്സൊക്കെ ബോട്ടിൽ ആർട്ടിനൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഡ്രൈ ആക്കാൻ വെക്കുന്നത് ഈ ഒരു പ്ലേറ്റിലായിരുന്നു. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇങ്ങനെ ഒരു ഫൈബർ പ്ലേറ്റ് ഒന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന് പകരം ഒഴിവാക്കിയിട്ടുള്ള കേക്ക് ബോർഡൊക്കെ വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഇനി അതും അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളിങ്ങനെ ഒരു കാർഡ്ബോർഡ് ഉണ്ടാവുമല്ലോ, കാർഡ്ബോർഡ് കൊണ്ട് ജസ്റ്റ് ഇങ്ങനെ ഫ്രെയിമൊക്കെ ഉണ്ടാക്കിയിട്ട് എടുത്താലും മതി. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് പെയിൻറ്റ് അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഡ്രൈ ആവണം കേട്ടോ. ഇനാമൽ പെയിൻ്റ് ആകുമ്പോൾ ഒരുപാട് ടൈം എടുക്കും. അപ്പോൾ നന്നായിട്ട് ഇത് ഡ്രൈ ആക്കിയൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ബ്ലാക്ക് കളർ നന്നായിട്ടൊന്ന് ഡ്രൈ ആയതിന് ശേഷം ഏതെങ്കിലും ഒരു മെറ്റാലിക് ഷെയ്ഡ് ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ടച്ച് ചെയ്ത് കൊടുത്താൽ കുറച്ചും കൂടെ നല്ലൊരു ഭംഗി ഉണ്ടാവും. അപ്പോൾ ഞാനിവിടെ മെറ്റാലിക് ഗോൾഡാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് സിൽവർ, കോപ്പർ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കളേഴ്സ് വേണമെങ്കിലൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതിനനുസരിച്ച് നല്ലൊരു ലുക്ക് ഉണ്ടാവും. ഇപ്പം നമ്മളിങ്ങനെ ആ ഒരു മെറ്റാലിക്കൊക്കെ ജസ്റ്റ് ടച്ച് ചെയ്ത സമയത്ത് നമ്മൾ ആ ഒരു പഴയ പ്ലേറ്റൊക്കെ നല്ല സുന്ദരി പ്ലേറ്റ് ആയിട്ടുണ്ട്. നല്ലൊരു ആൻറ്റിക് ലുക്കൊക്കെ വന്നിട്ടുണ്ട് അല്ലേ. ഇനി നമുക്ക് ഈ ബോർഡിലേക്കൊന്ന് സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ ഒന്ന് ഉണ്ടാക്കണ്ടേ, കുറച്ച് ഫ്ലവേഴ്സൊക്കെ. അതിന് വേണ്ടിയിട്ട് ഞാനിങ്ങനെ മുസമ്പിയാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ടൊരു പീലർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പീലർ ഉപയോഗിച്ചിട്ട് നമ്മൾ അതിൻ്റെ ആ ഒരു ടിപ്പ് തന്നെ ഇങ്ങനെ ജസ്റ്റ് ഒന്നിങ്ങനെ പീൽ ചെയ്തെടുക്കുകയാണ്. ആ ഒരു മുസമ്പിൻ്റെ ഓറഞ്ചിൻ്റെ ഒക്കെ മേലെ താഴെ 2 ഡോട്ട് ഉണ്ടാവുമല്ലോ, ഇങ്ങനെ അതിൻ്റെ ആ ഒരു ഞെട്ടി, അപ്പോൾ ആ ഭാഗത്തു നിന്നാണ് നമ്മളിങ്ങനെ പീൽ ചെയ്തെടുക്കേണ്ടത്. അതും കൂടെ അങ്ങനെ കിട്ടുന്ന രീതിയിൽ നമ്മളൊന്ന് പീൽ ചെയ്തെടുക്കുക. അപ്പോൾ അങ്ങനെ മുഴുവനായിട്ട് നമ്മളൊന്ന് പീൽ ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മളിങ്ങനെ പീൽ ചെയ്യുന്ന സമയത്ത് ഒരുപാട് ഇങ്ങനെ ഡീപ്പായിട്ട് പീൽ ചെയ്യാതെ ഇങ്ങനെ മേലെ മാത്രം ഇങ്ങനെ ആ ഒരു മുസമ്പിയുടെ ഒരു വൈറ്റ് കാണുന്ന രീതിയിലൊന്നിങ്ങനെ പീൽ ചെയ്തെടുത്താൽ മതി. നമ്മളിങ്ങനെ ഫുള്ളായിട്ടൊന്ന് റോൾ ചെയ്തതിന് ശേഷം അതിൻ്റെ ആ ഒരു ടിപ്പ് ഇങ്ങനെ ഒന്ന് റോൾ ചെയ്ത് കൊടുക്കുകയാണ് അകത്തോട്ട്. അപ്പോൾ ആ ഒരു സ്കിന്ന് ഇങ്ങനെ പുറത്തോട്ട് കാണുന്ന രീതിയിലാണ് കേട്ടോ, ആ ഒരു ഓറഞ്ച് കളർ പുറത്തോട്ട് കാണുന്ന രീതിയിലാണ് നമ്മൾ റോൾ ചെയ്യുന്നത്. നമ്മളിത് റോൾ ചെയ്യുന്ന സമയത്ത് പ്രത്യേകിച്ച് ഗ്ലൂ ഒന്നും അപ്ലൈ ചെയ്യണില്ല കേട്ടോ. അപ്പോൾ അത് ഫുള്ളായിട്ട് നമ്മളിങ്ങനെ പേപ്പർ റോസ് ഒക്കെ ഉണ്ടാക്കുന്ന പോലെ റോൾ ചെയ്തിട്ട് അതിൻ്റെ ആ ഒരു ലാസ്റ്റ് ടിപ്പ് ഉണ്ടാവുമല്ലോ, അപ്പോൾ ആ ഒരു ഭാഗം നമ്മൾ ആ ഒരു ഫ്ലവറിൻ്റെ താഴെ വരുന്ന രീതിയിലൊന്നിങ്ങനെ വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മളങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് നല്ല ഭംഗിയുള്ളൊരു റോസ് പൂ പോലെ ഇരിക്കും. അപ്പോൾ അങ്ങനെ ഞാൻ മുസമ്പിയുടെ തൊലി വെച്ചിട്ട് ഒന്നും കൂടെ ഒന്നിങ്ങനെ ചെയ്ത് കാണിക്കുകയാണ്. അപ്പോൾ ഇതും ഒരു മുസമ്പിയുടെ മുഴുവനായിട്ടുള്ള ഒരു തൊലി ഉപയോഗിച്ചിട്ട് ഇത്രയും വലിയൊരു ഫ്ലവർ കിട്ടിയത്. ഇനി നമ്മൾ പകുതി വെച്ചിട്ട് ചെയ്യുന്ന ഒന്ന് കാണിക്കാം. അപ്പം ഇതിൻ്റെ ഒരു പകുതി മാത്രം നമ്മളൊന്നിങ്ങനെ പീൽ ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മൾ ഇതുപോലെ തന്നെ ഒന്നിങ്ങനെ റോൾ ചെയ്തെടുത്താൽ മതി. അപ്പം നല്ലൊരു കുഞ്ഞ് ഫ്ലവറായിട്ട് കിട്ടും. നമുക്ക് വലിയൊരു ഫ്ലവറാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു മുസമ്പി മുഴുവനായിട്ട് ഇങ്ങനെ പീൽ ചെയ്തിട്ട് ഇതുപോലെ ചെയ്തെടുക്കാം. ഇനി അല്ലാന്നുണ്ടെങ്കിൽ ഒരു മുസമ്പിനെ കൊണ്ട് നമുക്ക് ഇങ്ങനെ കുഞ്ഞു ഫ്ലവർ ആണെങ്കിൽ 2 എണ്ണം ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അങ്ങനെ ഞാനിവിടെ 2 ഫ്ലവേഴ്സ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ മുസമ്പി നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓറഞ്ച് വേണമെങ്കിൽ യൂസ് ചെയ്യാം. കാരണം മുസമ്പിയുടെ ഒരു സീസണൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓറഞ്ച് ആണെങ്കിൽ ഇതുപോലെ തന്നെ അധികം ഡീപ്പായിട്ട് പീൽ ചെയ്യാതെ നമ്മൾ ഇതുപോലെ ഇങ്ങനെ ഒന്ന് പീൽ ചെയ്തിട്ടെടുക്കാം. നമ്മൾ ആ ഒരു മേലെ നിന്ന് ഇങ്ങനെ മുഴുവനായിട്ടൊന്ന് ഇങ്ങനെ പീൽ ചെയ്തെടുത്തിട്ട് നമുക്ക് ആ ഓറഞ്ച് ആണെങ്കിൽ നമ്മൾ സാധാരണ പൊളിക്കുന്ന പോലെ തന്നെ പിന്നെ അതിൻ്റെ ആ ഒരു സ്കിന്ന് പൊളിച്ച് മാറ്റിക്കഴിഞ്ഞാൽ നമുക്കത് യൂസ് ചെയ്യുകയും ചെയ്യാം.
എന്നിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയിട്ടുള്ള പോലെ തന്നെ ഇങ്ങനെ അകത്തോട്ട് ഇങ്ങനെ റോൾ ചെയ്തിട്ട് ആ ഒരു ഫ്ലവർ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ റോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇത് മുസമ്പിയുടെ ഓറഞ്ചിൻ്റെ തൊലിയൊക്കെ ഏകദേശം ഒരുപോലെ തന്നെയാണുള്ളത്. അപ്പോൾ ഇനി ഇതെങ്ങനെ ഡ്രൈ ആക്കുന്നതെന്ന് വെച്ചാൽ 2 രീതിയിൽ ഡ്രൈ ആക്കി എടുക്കാം. ഒന്നുകിൽ നമുക്ക് വെയിലത്ത് ഇങ്ങനെ ഒരു പേപ്പറിലോ പ്ലേറ്റിലൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഒരു 3-4 ദിവസം ഇങ്ങനെ കഴിയുമ്പോൾ നന്നായിട്ട് ഡ്രൈ ആയിട്ട് കിട്ടിക്കോളും. ഇനി അപ്പോൾ അതിന് സൗകര്യം ഇല്ലാത്തവർക്ക് ഫ്രിഡ്ജിൽ വേണമെങ്കിലും വെക്കാം. അപ്പോൾ ഫ്രിഡ്ജിൽ എഗ്ഗൊക്കെ വെക്കുന്ന ഒരു ട്രേ ഉണ്ടാവില്ല, അപ്പോൾ ആ ഒരു ഭാഗത്ത് ഇങ്ങനെ ഒരു 3-4 ദിവസം ഇങ്ങനെ വെച്ച് കഴിയുമ്പോൾ അത് പെട്ടെന്ന് തന്നെ ഡ്രൈ ആയിട്ട് കിട്ടിക്കോളും. അപ്പോൾ അങ്ങനെ ഞാനിവിടെ കുറച്ചധികം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ ഒരുപാട് നാളായിട്ട് ഇങ്ങനെ ഡ്രൈ ആക്കി വെച്ചിട്ട് ഞാനൊരു ബോക്സിലെടുത്ത് വെച്ചിട്ടുള്ളതായിരുന്നു. അപ്പോൾ ഒരു ഓറഞ്ചൊക്കെ ഇങ്ങനെ വരുന്ന സമയത്തൊക്കെ ഞാനിങ്ങനെ പീൽ ചെയ്തിട്ട് അപ്പോൾ അതിൻ്റെ ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ കുറേ ആയതുകൊണ്ടാണ് അതിൻ്റെ ഒരു ഡാർക്ക് കളർ വന്നിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഞാൻ ഓറഞ്ചിൻ്റെ ആ ഒരു തൊലി വെച്ചിട്ട് കുറച്ച് ലീവ്സ് ഉണ്ടാക്കി എടുത്തിട്ടുള്ളതായിരുന്നു. അപ്പോൾ അത് ഞാൻ എങ്ങനെയാണെന്നുള്ളത് കാണിക്കാം കേട്ടോ. ഇനി ഇതപ്പോൾ ഞാനിങ്ങനെ കളർ അടിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം ഞാനൊരു റെഡ് കളർ അടിച്ചിട്ടാണ് കൊടുക്കുന്നത്. ആക്രിലിക് പെയിൻറ്റ് തന്നെയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന് പകരം സ്പ്രേ പെയിൻറ്റ് വേണമെങ്കിലൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. നമ്മൾ പെയിൻറ്റ് അടിക്കുന്ന സമയത്ത് അതിൻ്റെ ഒരു ഇടയ്ക്കിലൊക്കെ ഒന്ന് പെയിൻറ്റ് അടിക്കാൻ നോക്കാം കേട്ടോ. അത് ഒരുപാട് ഇങ്ങനെ ഡ്രൈ ആകുന്ന സമയത്ത് അങ്ങനെ ഉള്ളിലേക്കൊക്കെ ഇങ്ങനെ അടിക്കാനൊക്കെ കുറച്ച് പാടാണ്. എന്നാലും നമുക്ക് പറ്റുന്ന രീതിയിലൊക്കെ ഒന്ന് പെയിൻറ്റ് അടിച്ചു കൊടുക്കാം. ആ ഒരു ഫ്ലവർ ഇങ്ങനെ ഞാൻ പെയിൻറ്റ് അടിക്കുകയും എടുക്കുകയും ചെയ്യുന്ന സമയത്തൊന്നും അത് ഇളകി പോവാത്തതും അത് അഴിഞ്ഞു പോകാത്തൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. നമ്മൾ പ്രത്യേകിച്ച് ഒരു ഗ്ലൂ ഒന്നും അപ്ലൈ ചെയ്തിട്ടില്ല, അല്ലെങ്കിലും നല്ല രീതിയിൽ ഇങ്ങനെ ആ ഒരു ഫ്ലവറിൻ്റെ ഷേപ്പിൽ തന്നെ നിൽക്കുന്നുണ്ട്. നമ്മളിങ്ങനെ ഓറഞ്ചിൻ്റെ തൊലി ഉപയോഗിച്ചിട്ട് ഇങ്ങനെ പൊളിച്ചിട്ട് ഇങ്ങനെ ഓരോന്നിങ്ങനെ സ്റ്റിക്ക് ചെയ്തിട്ടുള്ള ഫ്ലവേഴ്സൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ഇങ്ങനെ ഗ്ലൂ അപ്ലൈ ചെയ്യണം. അപ്പോൾ ഇതിന് അതിൻ്റെ ആവശ്യമൊന്നുമില്ല. നമ്മൾ ജസ്റ്റ് ഇങ്ങനെ അവസാനം നമ്മൾ സ്റ്റിക്ക് ചെയ്യുന്ന സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചൊന്നിങ്ങനെ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ടൊന്ന് റെഡിയാക്കി എടുത്താൽ മതി. അപ്പോൾ നമ്മളിങ്ങനെ എല്ലാ ഫ്ലവേഴ്സും ഇങ്ങനെ പെയിൻറ്റൊക്കെ അടിച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഒരു 5 ഫ്ലവേഴ്സ് റെഡ് കളർ അടിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3-4 ഫ്ലവേഴ്സ് ഞാനിങ്ങനെ ഓറഞ്ച് കളറും അടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കളേഴ്സൊക്കെ നിങ്ങൾക്ക് എങ്ങനെയാണോ ഇഷ്ടം എന്ന് വെച്ചാൽ അങ്ങനെയൊക്കെ ഒന്ന് അടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഈ ഓറഞ്ചൊക്കെ ഇങ്ങനെ കുറച്ച് അധികം ഇങ്ങനെ വിരിഞ്ഞിരിക്കുന്നതുകൊണ്ട് അതിൻ്റെ അകത്തോട്ടൊന്നും അധികം പെയിൻ്റ് ആയിട്ടില്ല. അപ്പോൾ നമുക്കത് സ്റ്റിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടൊന്ന് ഇങ്ങനെ ടച്ച് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു ലീവ്സ് ഉണ്ടല്ലോ, അപ്പോൾ അതിനൊന്ന് പെയിൻറ്റ് അടിച്ചു കൊടുക്കണം. അപ്പോൾ അത് ഞാനിങ്ങനെ ഒരു ഗ്രീൻ കളറാണ് അടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അതിങ്ങനെ താഴെ ഒന്നും അടിക്കുന്നില്ല കേട്ടോ, അതിൻ്റെ സൈഡിലും മേലെ മാത്രം ഇങ്ങനെ പെയിൻറ്റ് അടിച്ചു കൊടുക്കണം. നമ്മൾ ഓറഞ്ചിൻ്റെ ഒക്കെ തൊലി കിട്ടുന്ന സമയത്ത് ഇതുപോലൊക്കെ ഇങ്ങനെ കുറച്ച് ലീവ്സൊക്കെ ഉണ്ടാക്കിയെടുത്താലും നമുക്ക് ഏത് ബോട്ടിലാട്ട് ചെയ്യുന്ന സമയത്തും ലീവ്സിൻ്റെ പകരമൊക്കെ യൂസ് ചെയ്യാം. നല്ലൊരു ഷേപ്പിലൊക്കെ കിട്ടും ചെയ്യും. ഇനി ആ ഒരു ലീഫ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. ഞാനിവിടെ ഓറഞ്ചിൻ്റെ തൊലിയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിന് പകരം മുസമ്പിയുടെ തൊലി വേണമെങ്കിൽ യൂസ് ചെയ്യാം. ആ ഒരു തൊലി ഇങ്ങനെ ആദ്യം നമ്മൾ ഒരു ഏകദേശം കുറച്ചൊരു വലുപ്പത്തിൽ ഇതിനെ നമ്മളിപ്പോൾ കട്ട് ചെയ്തിട്ടുള്ള അതിനേക്കാൾ കുറച്ചും കൂടെ ഒരു വലുപ്പത്തിലായിരിക്കും നമ്മൾ കട്ട് ചെയ്യേണ്ടത്. ആദ്യം നമ്മളൊരു സാധാരണ ഒരു ലീഫിൻ്റെ ഷേപ്പിലൊന്നും ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ അത് കട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ 2 സൈഡിലായിട്ട് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ കട്ടിങ് കൊടുക്കുകയാണ്. നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുക്കുന്ന ആ ഒരു ലീവ്സ് കുറച്ചൊരു വലുപ്പത്തിലാണ് കട്ട് ചെയ്യേണ്ടത്. എന്നിട്ട് അതിങ്ങനെ നന്നായിട്ടൊന്ന് ഡ്രൈ ആകുന്ന സമയത്ത് കുറച്ചും കൂടി ഇങ്ങനെ ചുരുങ്ങും. അപ്പോൾ അത് ചുരുങ്ങി കഴിയുമ്പോൾ കറക്റ്റ് നമ്മൾ ഇപ്പോൾ പെയിൻറ്റ് അടിച്ചിട്ടുള്ള ആ ഒരു ലീഫിൻ്റെ ഷേപ്പിലേക്ക് കിട്ടും. അപ്പോൾ നമുക്ക് എത്രയാണോ സൈസ് നമുക്ക് ആ ഒരു ലീവ്സ് വേണ്ടതെന്ന് വെച്ചാൽ അതിനേക്കാളും കുറച്ചും കൂടി ഒരു വലിയൊരു സൈസിൽ നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ അത് ഡ്രൈ ആകുന്ന സമയത്ത് അത് കറക്റ്റായിട്ട് കിട്ടിക്കോളും. ഇനി നമുക്ക് ഇതുപോലെ വേണമെങ്കിൽ ലീവ്സ് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. നിങ്ങൾക്ക് ഇതിന് പകരം വേറെ ഏതെങ്കിലും ഷേപ്പിലൊക്കെ വേണമെങ്കിൽ ലീവ്സ് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഇതുപോലെ ഡ്രൈ ആക്കി എടുക്കാം. അപ്പോൾ നമ്മൾ ഓറഞ്ചിൻ്റെ തൊലി മാത്രം ഉപയോഗിച്ചിട്ട് നല്ല ഫ്ലവേഴ്സും ലീവ്സൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു ബോർഡിലേക്ക് നമുക്കിതൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ആ ഒരു സ്റ്റെമ്മിൻ്റെ ഒരു എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് വൂളൻ ത്രെഡാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഡാർക്ക് ഗ്രീൻ എടുത്തിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഗ്ലൂ ഗൺ ഉപയോഗിച്ചിട്ട് നമുക്കിങ്ങനെ എവിടേക്കാണ് ആ ഒരു സ്റ്റെമ്മ് വേണ്ടതെന്ന് വെച്ചാൽ ആ രീതിയിലൊക്കെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക. ആ ഒരു പ്ലേറ്റിൻ്റെ ഒരു കോർണറിന് ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ് കേട്ടോ. നിങ്ങളുടെ കയ്യിൽ വൂളൻ ത്രെഡൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന് പകരമായിട്ട് ടിഷ്യൂ പേപ്പർ വേണമെങ്കിൽ ഇങ്ങനെ ജസ്റ്റ് റോൾ ചെയ്തിട്ട് ഗ്രീൻ കളർ പെയിൻറ്റ് അടിച്ചു കൊടുത്താൽ മതി. ഇനി അതും അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ജൂട്ട് ത്രെഡൊക്കെ ഇങ്ങനെ ആ ഒരു ഫ്ലവർ ടൈപ്പ് യൂസ് ചെയ്തിട്ട് റോൾ ചെയ്തെടുത്താലും മതി. നമ്മൾ അങ്ങനെയൊക്കെ ഒരുപാട് ബോട്ടിലാട്ടിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയാൽ മതി. അങ്ങനെ നമ്മൾ ഏകദേശം ആ ഒരു സ്റ്റെമ്മൊക്കെ അങ്ങനെ ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ആ ഒരു ഫ്ലവേഴ്സും ആ ഒരു ലീവ്സൊക്കെ അങ്ങനെ ഒട്ടിച്ച് കൊടുക്കണം. അപ്പോൾ അതിന് ഞാൻ ആദ്യം ഇതൊന്നും എല്ലാം കൂടെ ഒന്ന് ഒരുമിച്ചിട്ടൊന്ന് വെച്ച് നോക്കുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് നമുക്ക് ഏതൊക്കെയാണ് ആ ഒരു മാച്ചിങ് എവിടെയൊക്കെയാണ് വെക്കേണ്ടതെന്നൊക്കെ നമുക്ക് ശരിക്കും മനസ്സിലാവുള്ളൂ. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ ഓരോന്നായിട്ടൊന്ന് ഇങ്ങനെ ഗ്ലൂ ഗൺ ഉപയോഗിച്ചിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ ഈ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ ഫ്ലവേഴ്സ് നമ്മൾ ആ ഒരു ബോർഡിൽ ഒട്ടിക്കുന്നതിൻ്റെ മുമ്പേ അതിൻ്റെ താഴെ ഭാഗത്ത് ഇങ്ങനെ ജസ്റ്റ് ഒന്നിങ്ങനെ തുറന്നിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്യുമ്പോൾ ശരിക്കും അത് സ്റ്റിക്കായിട്ട് കിട്ടിക്കോളും. അങ്ങനെ ആകുമ്പോൾ ഒരിക്കലും അത് ഇളകി പോകുന്നില്ല. ഇനി നമ്മൾ ഓരോ ഫ്ലവേഴ്സും ആ ഒരു ലീവ്സൊക്കെ ഇങ്ങനെ സ്റ്റെമ്മിൻ്റെ അടുത്ത് ഇങ്ങനെ നമ്മളുടെ ഒരു ഐഡിയക്ക് അനുസരിച്ച് ഇങ്ങനെ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുക. ഇനി നിങ്ങൾക്ക് ഇങ്ങനെ സ്റ്റെമ്മൊന്നും തന്നെ അറേഞ്ച് ചെയ്യാതെ ഒരു ഫ്ലവേഴ്സും ലീവ്സും മാത്രം അങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം എന്ന് വിചാരിച്ചാൽ അങ്ങനെയും ചെയ്തെടുക്കാം കേട്ടോ. നല്ല ഭംഗിയാണ് അങ്ങനെ ചെയ്താലും. ഞാൻ അതുപോലെ ഒരു ബോട്ടിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു ബോട്ടിലാണ് കേട്ടോ അത്. ഓറഞ്ചിൻ്റെ തൊലി ചെറിയ ചെറിയ പീസാക്കിയിട്ട് ഇങ്ങനെ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ റോസ് പൂ ഉണ്ടാക്കുന്നതൊക്കെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. ഈ ഒരു ടൈപ്പിൽ ആരും ചെയ്തിട്ട് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അതുപോലെ നമ്മൾ ആ ഒരു ഓറഞ്ചിൻ്റെ തൊലി ഉപയോഗിച്ചിട്ട് തന്നെ ലീവ്സ് ഉണ്ടാക്കുന്നതൊക്കെ ഞാനൊന്നിങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ളതായിരുന്നു. അപ്പോൾ നമ്മൾ ഈ പൊതുവെ റെസിപ്പിയിലൊക്കെ അങ്ങനെ കാണാമല്ലോ, ടൊമാറ്റോൻ്റെ ആ ഒരു തൊലി ഇങ്ങനെ പീൽ ചെയ്തിട്ട് ഇതുപോലെ റോസ് പൂ ഉണ്ടാക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ളതായിരുന്നു.
എനിക്ക് പേഴ്സണലി ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു ബോട്ടിലായിരുന്നു അത്. പക്ഷേ ഒരുപാട് പേരൊന്നും അത് കണ്ടിട്ടില്ല. അപ്പോൾ കാണാത്തവരൊക്കെ ഒന്ന് അത് കണ്ടിട്ടൊന്ന് സപ്പോർട്ട് ചെയ്തിട്ട് അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കണേ. ഞാൻ കമൻറ്റിൽ പിൻ ചെയ്തിടാം, അതുപോലെ എൻ സ്ക്രീൻ ആയിട്ടിടാം കേട്ടോ. അപ്പം ഇപ്പോൾ അത് കാണിക്കാനായിട്ട് ഇപ്പോൾ എൻ്റെ കയ്യിൽ ആ ഒരു ബോട്ടിലില്ല, കാരണം അതൊക്കെ സെയിൽ ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു. ഇപ്പം നമ്മൾ ആ ഒരു ഫ്ലവേഴ്സും ലീവ്സൊക്കെ അങ്ങനെ ഒട്ടിച്ചൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ആ ഒരു ഓറഞ്ചും റെഡൊക്കെ ഉപയോഗിച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ടച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് ആ ഫ്ലവേഴ്സൊക്കെ. അപ്പോൾ അതിൻ്റെ ഉള്ളിലൊക്കെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒരുപാട് സ്ഥലത്തൊന്നും പെയിൻ്റ് ആയിട്ടില്ല, അപ്പോൾ ആ ഒരു ഭാഗമൊക്കെ ഞാൻ ക്ലിയർ ചെയ്ത് റെഡിയാക്കി എടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ആ ഒരു ലീഫാണെങ്കിൽ ഡാർക്ക് ഗ്രീൻ ആണല്ലോ, അപ്പോൾ അത് അത്ര ഒരു അട്രാക്ഷൻ ഇല്ലാത്ത പോലെ തോന്നുന്നു. ബ്ലാക്ക് ഒരു ബാക്ക്ഗ്രൗണ്ട് ആയതുകൊണ്ട് അപ്പോൾ ഞാനൊരു ലൈറ്റ് ഗ്രീൻ യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒരു ടച്ചിങ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ചും കൂടെ നല്ലൊരു അട്രാക്ഷനൊക്കെ ആയിട്ടുണ്ട്. നിങ്ങളെ കയ്യിൽ ലൈറ്റ് ഗ്രീൻ ഇല്ലയെന്നുണ്ടെങ്കിൽ യെല്ലോ യൂസ് ചെയ്തിട്ട് ഇങ്ങനെ ആ ഒരു ലീവ്സിന് ഇങ്ങനെ വേണമെങ്കിൽ ടച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ ആയാലും കുറച്ചുകൂടി ഒരു ഭംഗി ഉണ്ടാവും. ഇനി ലൈറ്റ് ഗ്രീന് മാത്രം യൂസ് ചെയ്തിട്ട് പെയിൻറ്റ് ചെയ്യാം. അപ്പോൾ അങ്ങനെ ഞാൻ വെച്ച് നോക്കിയ സമയത്ത് അത്ര ഒരു ഭംഗിയില്ല, ഭയങ്കര ഒരു അട്രാക്ഷനായിട്ട് തോന്നുക. അപ്പോൾ അതാണ് ഞാനിങ്ങനെ ഈ ഒരു ഡാർക്ക് ഗ്രീന് കൊടുത്തിട്ട് പിന്നെ അതിൻ്റെ മേലെ ഇങ്ങനെ ടച്ച് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതൊക്കെ നമുക്ക് ചെയ്യുന്ന സമയത്ത് തോന്നുന്ന ഓരോരോ ഐഡിയക്ക് അനുസരിച്ച് ഇങ്ങനെ ചെയ്തെടുത്താൽ മതി. അങ്ങനെ നമ്മളുടെ ആ ഒരു വേസ്റ്റ് മെറ്റീരിയൽ എന്നുള്ള ഒരു വാൾഡെക്കർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മളിവിടെ വേസ്റ്റ് ആക്കി കളയുന്ന ഓറഞ്ചിൻ്റെ തൊലി കൊണ്ടാണ് നമ്മളിതിൽ ആ ഒരു ഫ്ലവേഴ്സും ലീവ്സൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ അതുപോലെ നമ്മൾ ആ ഒരു പ്ലേറ്റ് ആണെങ്കിൽ നമ്മൾ ഒഴിവാക്കി കളയുന്നതാണ്. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിൽ ആ ഒരു ടിഷ്യൂ പേപ്പറിന് പകരം നമുക്ക് ന്യൂസ് പേപ്പർ വേണമെങ്കിൽ ഒട്ടിക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു വാൾഡെക്കർ ഉണ്ടാക്കാൻ ആകെ നമുക്ക് ആ ഒരു പെയിൻറ്റിൻ്റെ ചിലവും ആ ഒരു ഗ്ലൂവിൻ്റെ ചിലവും മാത്രമേ വരുന്നുള്ളൂ. ബാക്കിയൊക്കെ നമ്മൾ കളയുന്ന മെറ്റീരിയൽസ് ആണ്. അപ്പോൾ അങ്ങനെ നമ്മൾ വേസ്റ്റ് ആക്കി കളയുന്ന മെറ്റീരിയൽ ഉപയോഗിച്ചിട്ട് ചെയ്തിട്ടുള്ള ഒരു വാൾഡെക്കർ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടോ എന്ന് വിചാരിക്കുന്നു. എനിക്ക് ഒരുപാട് ഇഷ്ടമായി കേട്ടോ, കാരണം നല്ലൊരു കളേഴ്സും ഒരു കോമ്പിനേഷനൊക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് വാളിലൊക്കെ ഇങ്ങനെ ഹാങ് ചെയ്തിടണമെന്നുണ്ടെങ്കിൽ ഒരു സാറ്റിൻ റിബണൊക്കെ ഇങ്ങനെ ആ ഒരു പ്ലേറ്റിൻ്റെ ബാക്കിൽ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്കത് ഹാങ് ചെയ്തിടുകയും ചെയ്യാം. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ എവിടെയെങ്കിലുമൊക്കെ ചാരി വെച്ചാലും അത്ര വെയിറ്റുള്ള സംഭവമൊന്നുമല്ലല്ലോ, അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. ഇനി ഇതിൻ്റെ മേലെ അങ്ങനെ കുറച്ചൊരു വാർണിഷും കൂടി അടിച്ചു കൊടുത്താൽ ഒരുപാട് കാലം ലാസ്റ്റ് ചെയ്യും. അല്ലാന്നുണ്ടെങ്കിലും കുറച്ച് കാലം ഒന്നും കുഴപ്പമൊന്നും ഉണ്ടാവില്ല കേട്ടോ. പൂപ്പൽ വരെ അങ്ങനെയൊന്നുമില്ല, നല്ല ഡ്രൈ ആയിട്ടുള്ളതാണല്ലോ. അപ്പോൾ കുറേ കാലം നിൽക്കണം എന്നുണ്ടെങ്കിൽ നമുക്കത് വാർണിഷും കൂടി അടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നല്ലൊരു ഗ്ലൈസിങ്ങും കിട്ടും, കുറച്ചുകൂടെ നല്ലൊരു ഭംഗിയായിട്ട് തന്നെ കിട്ടും. ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു 3-4 ബോട്ടിലായിട്ട് ചെയ്തപ്പോൾ ഒരുപാട് പേര് ഇങ്ങനെ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു വാൾഡെക്കർ ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എല്ലാവർക്കും വീഡിയോസൊക്കെ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുകയും ചെയ്യണേ. ഇനി നമുക്ക് ഹായ് പറയാനുള്ളവരുടെ പേരൊന്ന് വായിക്കാം. കാവേരി, റിയ, റിതു, ഫർഹാന മറിയം, പ്രാർത്ഥന, ലയ, റിയ, മറിയ, ഫിയ, സാനിയ, ഫസില അഷ്റഫ്, റാന, ആയിഷ നാഹില, ഐശ്വര്യ, ഫാത്തിമ, നജ്മ ഫർസാന, രേഷ്മ, ഹർഷിയ, ഷാമിൽ, ആൻമയ, ശ്രേയ, നൂൻ, ഫാത്തിമ റിഫ, എല്ലാവർക്കും ഒരു ബിഗ് ഹായ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വീഡിയോസൊക്കെ കണ്ടിട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് പിക്ചേഴ്സൊക്കെ ഒന്ന് അയച്ചു തരണേ. ഞാൻ കുറേ ദിവസമായിട്ട് ടെസ്റ്റിമോണിയൽസ് ഒന്നും ഇട്ടിട്ടില്ല. ഞാനപ്പോൾ എന്തായാലും ഇന്ന് ഇടാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ ഭയങ്കര തിരക്കായതുകൊണ്ട് ഇന്ന് പറ്റിയില്ല. അപ്പം സൺഡേ ഇടുന്ന വീഡിയോയിൽ എന്തായാലും ടെസ്റ്റിമോണിയൽസ് ഒക്കെ ഇടാം കേട്ടോ. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് സൺഡേ കാണാം. അപ്പം നമ്മൾ വീഡിയോസ് ഇടുന്നത് വെനസ്ഡേ, ഫ്രൈഡേ, സൺഡേ 4:30 PM മൺഡേ നമ്മൾ പറ്റുന്ന സമയങ്ങളിലൊക്കെ ഒരു കുഞ്ഞ് വീഡിയോസ് ആയിട്ട് വരും. അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.